ഹേ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി വീഡിയോ ആണ്. ഇന്ന് നമ്മൾ കുക്കിംഗ് ചെയ്യാൻ പോവുക. പക്ഷെ ഒരു സാധാ കുക്കിംഗ് വീഡിയോ അല്ല, ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് AI ആണ്. സോ ഗൂഗിൾ ജെമിനി എനിക്ക് പറഞ്ഞു തരും എങ്ങനെയാണ് സിമ്പിളായിട്ട് എഗ് ബിരിയാണി ഉണ്ടാക്കേണ്ടതെന്ന്. ഞാൻ ഒരേ ഒരാളേ ഉള്ളൂ, അപ്പോൾ ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന ബിരിയാണിയാണ് വേണ്ടത്. ഒരു 2 മുട്ട കൂട്ടിക്കോ. തീർച്ചയായും എഗ് ബിരിയാണി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. അതിനായി ആദ്യം വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. 2 മുട്ട, 2 കപ്പ് ബസ്മതി അരി, 1 സവാള, 1 തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളകുപൊടി, മല്ലിയില, പുതിനയില, നെയ്യ്, ഉപ്പ്, വെള്ളം. ജമനെ, പക്ഷെ ഒരു പ്രശ്നമുണ്ട്. എൻ്റെ അടുത്ത് മല്ലിയിലയും ഇല്ല പുതിനയിലയും ഇല്ലല്ലോ. പരം മല്ലിപ്പൊടി മതിയാവൂ? മഞ്ഞൾപ്പൊടി മതിയാകും. മല്ലിയിലയും പുതിനയും മഞ്ഞളല്ല, മല്ലിപ്പൊടി മതിയാവോന്ന് ചോദിച്ചേ. ഓ സോറി, മല്ലിപ്പൊടി ചേർത്താൽ മതി. മല്ലിപ്പൊടിക്ക് നല്ലൊരു മണവും രുചിയും നൽകാൻ കഴിയും. സോ നമ്മൾ ഇന്ന് ജെമിനി ചേച്ചി പറയുന്ന മാതിരി ബിരിയാണി ഉണ്ടാക്കാൻ പോവാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഒരു ഉള്ളി മതിയാവില്ലേ? ഒരു ഉള്ളി മതിയാകും, പക്ഷെ ബിരിയാണിക്ക് കുറച്ചുകൂടി രുചി കിട്ടാൻ ഒരു പകുതി ഉള്ളിയും കൂടി ചേർത്താൽ മതി. ഓക്കെ, 1.5 ഉള്ളി. അപ്പോൾ ജെമിനി ചേച്ചി പറഞ്ഞ പോലെ 1.5 ഉള്ളി എടുത്തിട്ടുണ്ട്. ഈ ഉള്ളി അരിയുന്ന സമയത്ത് കണ്ണിൽ നിന്ന് വെള്ളം വരാതിരിക്കാൻ എന്താ ചെയ്യുക? ഉള്ളി അരിയുന്നതിന് മുൻപ് കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെക്കുക. അല്ലെങ്കിൽ ഉള്ളി മുറിക്കുമ്പോൾ ഇടയ്ക്കിടെ കത്തി വെള്ളത്തിൽ മുക്കുക. ഇത് രണ്ടും ചെയ്താൽ മതി. കേട്ടല്ലോ ഗൈസ്, ഉള്ളി അരിയുമ്പോൾ ഒരു പ്രോട്ടിപ്പ് പറഞ്ഞുതരാം. എന്താ, ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം കട്ട് ചെയ്ത് കളയരുത്. ഏറ്റവും അവസാനം കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഈ ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് കണ്ണിൽ നിന്ന് വെള്ളം പറ്റുന്നത്. സോ നോട്ട് ദ പോയിന്റ്. ആൻഡ് അവസാനം ഇത് കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് ഡസ്റ്റ്ബിന്നെ കൊണ്ടിട്ടേക്കുക. ഈ പരിസരത്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കിടന്ന് കരയും. അപ്പോൾ പറഞ്ഞ പോലെ ഞാൻ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 1.5 ഉള്ളി അരിഞ്ഞിട്ടുണ്ട്, പിന്നെ 1 പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഉപ്പുണ്ട്, പിന്നെ ഗരം മസാലപ്പൊടി ഉണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടി ഉണ്ട്, മല്ലിപ്പൊടി ഉണ്ട്, കാശ്മീരി മുളക് പൊടി ഉണ്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്, പിന്നെ ഗീ വെച്ചിട്ടുണ്ട്. ബസ്മതി റൈസ് അല്ല, കൈമ റൈസാണ്, അല്ലെങ്കിൽ ജീര റൈസാണ് എൻ്റെ കയ്യിലുള്ളത്. പിന്നെ 2 മുട്ടയും ഞാൻ എടുത്തിട്ടുണ്ട്, പിന്നെ ഉപ്പുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് വേണം ബിരിയാണി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അരി എന്തോരം ആയിരിക്കും എടുക്കേണ്ടതെന്ന് ഗ്രാമിൽ പറയാമോ ഒരാൾക്ക് കഴിക്കാൻ? നിങ്ങൾ ഒരാൾക്കുള്ള അളവിലാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞതുകൊണ്ട് 1 കപ്പ് അരി മതിയാകും. 1 കപ്പ് അരി എന്ന് പറയുന്നത് ഏകദേശം 180 മുതൽ 200 വരെ ഗ്രാം വരും. ഒരാൾക്ക് കഴിക്കാൻ അപ്പോൾ 150 ഗ്രാം മതിയാവും അല്ലേ? ഒരാൾക്ക് 150 ഗ്രാം അരി മതിയാകും. അപ്പോൾ ജെമിനി ചേച്ചി പറഞ്ഞ പോലെ 150 ആദ്യം പറയാം, പിന്നെ 150 ഗ്രാം എന്ന് പറഞ്ഞു. സോ ആദ്യം നമുക്കൊരു വെയിങ് സ്കെയിൽ എടുക്കാം. ഇത് കിച്ചൺ വെയിങ് സ്കെയിലാട്ടോ, ഭയങ്കര വിലക്കുറവാണ്. ആമസോണിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടും. എന്നിട്ട് ഇതിനകത്ത് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് ഇത് ഓണാക്കാം. ഓക്കെ, 0 ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരി എടുത്തിട്ട് അളന്ന് നോക്കാം. ഒരു കപ്പ് അരി എന്നാണ് പറഞ്ഞത്. ഏകദേശം 134. ഓക്കെ, 150 ഗ്രാം ആയിട്ടുണ്ട്. അപ്പോൾ ജെമിനി ചേച്ചി പറഞ്ഞ പോലെ 150 ഗ്രാം അരി ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാം. ജെമിനി, ഞാൻ പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്? ആദ്യം പാനിൽ നെയ്യ് ചൂടാക്കുക. അതിലേക്ക് സവാള ചേർത്ത് വഴറ്റുക. ജെമിനി ചേച്ചി പാൻ ഒഴിച്ച് വെച്ചിട്ട് അതിനകത്ത് നെയ്യ് ഒഴിച്ചിട്ട് സവാള വഴറ്റാൻ പറയുന്നുണ്ട്. പക്ഷെ ഗ്യാസ് കത്തിക്കുന്ന കാര്യം പറഞ്ഞില്ല. ഞാൻ അതിലേക്ക് നെയ്യ് ഒഴിക്കുകയാണ് ഗൈസ്. നീ ബിരിയാണി ഉണ്ടാക്കാൻ പോണേ, അതാ ഏറ്റവും വലിയ സഹായം. നെയ്യ് എന്തോരം വേണം? കുറച്ച് മതിയോ? 1 സ്പൂൺ മതിയോ? 1 സ്പൂൺ നെയ്യ് മതിയാകും. നെയ്യ് ചൂടായി കഴിഞ്ഞാൽ സവാള ചേർക്കുക. സവാള നന്നായി വഴറ്റിയ ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. ഓക്കെ, വെയിറ്റ്, ഞാൻ ഇതൊക്കെ എടുക്കട്ടെ. മെല്ലെ പറഞ്ഞു തരും. ഇപ്പൊ ഞാൻ നെയ്യ് ഇട്ടിട്ടുള്ളൂ. നെയ്യ് ചൂടായി കഴിഞ്ഞു. ഇനി അടുത്ത സവാള ഇടണം അല്ലേ? അതെ, നെയ്യ് ചൂടായി കഴിഞ്ഞാൽ സവാള ചേർക്കുക. എന്തോരം സവാള ചേർക്കണം? ഒരു വലിയ സവാള മതിയാകും. സവാള നന്നായി വഴറ്റിയ ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. പച്ചമണം മാറിയ ശേഷം തക്കാളി ചേർക്കുക. 1 സവാള മതിയോ? നിക്ക്, 1 സവാള മതിയോ എന്ന് വെച്ചപ്പോ എന്നെ കൊണ്ട് 1.5 സവാള കട്ട് ചെയ്തിട്ട് ഇപ്പൊ പറയാ 1 സവാള മതിയാവും. സോറി, നിങ്ങൾ 1.5 സവാള ചേർത്തോളൂ. സവാള നന്നായി വഴറ്റിയ ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. അതെ, നമ്മൾ സവാള ചേർക്കുകയാണ് ഗൈസ്. സവാള ചേർത്തു. സവാള ചേർത്തിട്ട് ഇത് കളർ മാറുന്നത് വരെ ഇത് കളർ മാറുന്ന വരെ വഴറ്റണമെന്നാണ് പറയുന്നത്. സോ നമുക്ക് വഴറ്റാം ഗൈസ്. നമ്മുടെ സവാള ഏകദേശം ബ്രൗൺ കളർ ആയിട്ടുണ്ട് കേട്ടോ, പറഞ്ഞ പോലെ. സവാളയെ വഴറ്റി കഴിഞ്ഞപ്പോൾ ബ്രൗൺ കളറായി. ഇനി എന്താ? സവാള ബ്രൗൺ നിറമാകുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഓക്കെ, ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കണമെന്നാണ്. സോ അത് നമ്മൾ ചേർക്കുകയാണ്. ചേർത്തു. പച്ചമണം മാറി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി തക്കാളി ചേർക്കുക. തക്കാളി നന്നായി വഴറ്റിയ ശേഷം ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളകുപൊടി എന്നിവ ചേർത്ത് ഇളക്കുക. ഒരു പ്രശ്നമുണ്ട് ജെമിനി,
വീട്ടിൽ തക്കാളി ഇല്ല, ഞാനാണെങ്കിൽ ഉണ്ടാക്കാൻ തുടങ്ങിയല്ലോ, ഇനി എന്താ ചെയ്യുക? സാരമില്ല, തക്കാളി ഇല്ലാതെയും ബിരിയാണി ഉണ്ടാക്കാം. തക്കാളിക്ക് പകരം കുറച്ച് തൈര് ചേർത്താൽ മതി. തൈര് നന്നായി ഇളക്കിയ ശേഷം ഗരം മസാല, മഞ്ഞൾപ്പൊടി, തൈര് പൊടി എന്നിവ ചേർത്ത് ഗൈസ്, അപ്പോൾ തക്കാളി ഇല്ല, തക്കാളിക്ക് പകരം കുറച്ച് തൈര് ചേർക്കാനാണ് പറയുന്നത്. അപ്പം ഞാൻ കുറച്ച് തൈര് എടുത്തിട്ടുണ്ട്. തൈര് ചേർത്തിട്ടേ ഉള്ളൂ കേട്ടോ. തൈര് ഞാൻ ഇളക്കട്ടെ. തൈര് നന്നായി ഇളക്കിയ ശേഷം ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് ഇളക്കുക. സംഭവം കൊള്ളാം. അപ്പോൾ എന്തായാലും തക്കാളി ഇല്ല എന്ന് പറയുമ്പോൾ അതിന് പകരമുള്ള ഓൾട്ടർനേറ്റീവ് ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഇനി ഗരം മസാല. ഇത് ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയാണ്. ഈ ഗരം മസാല എങ്ങനെയാണ് പൊടിക്കേണ്ടത് എന്നുള്ളതിൻ്റെ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാൻ. ഇത് കുക്കിംഗ് ചാനലൊന്നും അല്ല, ചുമ്മാ ഗൂഗിളിൽ അടിച്ചാൽ മതി, എവിടെ കിട്ടും. ജവനെ ഗരം മസാല ഇട്ടു, ഇനി എന്താ ഇടണ്ടേ? ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് ഇളക്കുക. ശേഷം ആവശ്യത്തിന് ഉപ്പ്. മഞ്ഞൾപ്പൊടി എത്ര സ്പൂൺ? ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മതിയാകും. ഒരു നുള്ളു. മഞ്ഞൾപ്പൊടി ചേർത്ത ശേഷം ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മതി എന്ന് പറയണ്ട. അപ്പോൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി നമ്മൾ ഇട്ടു. മഞ്ഞൾപ്പൊടി ചേർത്ത ശേഷം ഗരം മസാല, മുളക് പൊടി എന്നിവ ചേർത്ത് ഇളക്കുക. ഓക്കെ, ഗരം മസാല ഇട്ടു. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് മുളക് പൊടിയാണ്. അപ്പോൾ മുളക് പൊടി ഇട്ടു. മുളക് പൊടി ചേർത്ത ശേഷം ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് തിളപ്പിക്കുക. ഏകദേശം 1 ടീസ്പൂൺ ഉപ്പ് മതിയാകും. ഓക്കെ, ഉപ്പ് ചേർത്ത ശേഷം നന്നായി ഇളക്കുക. ഉപ്പ് ചേർത്തു, ഇനി ഇളക്കാം. ഓക്കെ, ഉപ്പ് ചേർത്ത ശേഷം ഇത് നന്നായി ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ നമ്മുടെ ഷെഫ് ഗൈഡ് അതവിടെ ഇരിപ്പുണ്ട്. പുള്ളിക്കാരി പറയുന്ന പോലെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എന്താവോ? ഓക്കെ, ഞാൻ ഉപ്പ് ചേർത്ത് ഇളക്കി. ഇനി എന്താ ചെയ്യണ്ടേ? ഉപ്പ് ചേർത്ത ശേഷം നന്നായി ഇളക്കുക. ശേഷം ആവശ്യത്തിന് വെള്ളം ചേർക്കുക. ഏകദേശം 2 കപ്പ് വെള്ളം മതിയാകും. വെള്ളം തിളയ്ക്കുമ്പോൾ അരി ചേർത്ത് വേവിക്കുക. ഓക്കെ, അപ്പോൾ ഏകദേശം 2 കപ്പ് വെള്ളം മതിയാവും എന്നാണ് പറയുന്നത്. ഇപ്പം എന്തായാലും നമ്മൾ എടുത്ത കപ്പ് ഇതല്ലേ, ഇപ്പം ഇതിൽ തന്നെ വെള്ളം നിറയ്ക്കാം. 1 2. ഓക്കെ, അപ്പോൾ ഇനി വെള്ളം തിളയ്ക്കാനായി കാത്തിരിക്കണം. നമ്മൾ പറഞ്ഞതുപോലെ സാധനങ്ങളൊക്കെ ജമിനി ചേച്ചിതാ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇതിനകത്തിട്ട്, അരി ഓൾറെഡി നമ്മൾ നേരത്തെ കഴുകി വെച്ചായിരുന്നു. അതെ, ഒരു പ്രശ്നമുണ്ടല്ലോ, ഈ എഗ് ബിരിയാണിക്ക് എഗ്ഗ് വേണ്ടേ? എഗ്ഗിനെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. അയ്യോ, ഞാനത് പറയാൻ മറന്നുപോയി. വെള്ളം തിളയ്ക്കുമ്പോൾ അരി ചേർത്ത് വേവിക്കുക. അരി വെന്ത് കഴിഞ്ഞാൽ പുഴുങ്ങിയ മുട്ടയും മല്ലിയിലയും പുതിനയിലയും ചേർത്ത് ഇളക്കുക. എഗ് ബിരിയാണി തയ്യാറായി. സോ നമുക്കിനി മുട്ട വേവിക്കണം. മുട്ട വേവിക്കാനായിട്ട് ഞാൻ 2 മുട്ട എടുത്തിട്ടുണ്ട്. ബേസിക്കലി എങ്ങനെ ഞാൻ വേവിക്കുന്നതെന്ന് വെച്ചാൽ, ഒരു എഗ്ഗ് ബോയിലർ ഇരിപ്പുണ്ട്. ആ എഗ്ഗ് ബോയിലറെടുത്ത് ജസ്റ്റ് 2 മുട്ട വയ്ക്കുക. ചെറിയ രീതിയിൽ വെള്ളം ഒഴിക്കുക, ഒരു കപ്പുണ്ട്, ഒഴിച്ചിട്ട് വെച്ചിട്ട് കറണ്ടിലിട്ട് ഓണാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് സാധനം പുഴുങ്ങിക്കോളും. ഞാൻ അത് ഓൾറെഡി ചെയ്തിട്ടുണ്ടായി, അത് പുഴുങ്ങിയോ നോക്കട്ടെ കേട്ടോ. യെസ് ഗൈസ്, ഇതാണ് നമ്മുടെ മുട്ട വെന്ത് കഴിഞ്ഞു എന്ന് തോന്നുന്നു. എന്തായാലും ഇതിൻ്റെ തൊലി നമുക്ക് പൊളിച്ച് നോക്കാം. ബോയിൽഡ് എഗ് വിത്ത് ഷെൽ. ആഹാ, പെർഫെക്റ്റ് ചൂട് ബോയിൽഡ് എഗ്. ഗൈസ്, അങ്ങനെ 2 ബോയിൽഡ് എഗ് നമ്മൾ എടുത്തു. ആൻഡ് വെള്ളം തിളച്ച് കഴിഞ്ഞു. നമ്മുടെ ജെമിനി ചേച്ചി പറഞ്ഞ പോലെ ഇനി ഇതിലേക്ക് അരി ഇടണം. യെസ്, സോ അരി ഇടാൻ സമയമായി. വെള്ളം തിളച്ചു. ഇനി നമ്മൾ ഇതിലേക്ക് അരി ഇടുകയാണ്. അതെ, ഞാൻ അരി മുഴുവൻ ഇട്ടു. ഇനി എന്താ, ഇളക്കണോ? അരി ഇട്ട ശേഷം നന്നായി ഇളക്കുക. ഓക്കെ, അപ്പോൾ അരി ഇട്ടിട്ട് നന്നായി ഇളക്കണം എന്നാണ് പറയുന്നത്. നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കാം. ശേഷം പാത്രം അടച്ചു വെച്ച് വേവിക്കുക. അടച്ചു വെച്ച് വേവിക്കണം. യെസ്, നമുക്കിനി അടച്ചു വെച്ച് ഇത് വേവിക്കാം. ഡൺ. ഇത് എത്ര നേരം എടുക്കും വേകാനായിട്ട്, വെയിറ്റ് ചെയ്യാൻ? ഏകദേശം 15 മുതൽ 20 വരെ മിനിറ്റ് എടുക്കും. അരി വെന്ത് കഴിഞ്ഞാൽ പുഴുങ്ങിയ മുട്ടയും മല്ലിയിലയും പുതിനയിലയും ചേർത്ത് ഇളക്കുക. അതെ, ഒരു 15 മിനിറ്റിന് ശേഷം എന്നോട് പറയണം. ഓക്കെ, അപ്പം ഞാൻ അരി വന്ന് നോക്കും. തീർച്ചയായും 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. അപ്പോൾ ജെമിനി ചേച്ചി 15 മിനിറ്റിന് ശേഷം ഓർപ്പിക്കുമെന്ന് പറഞ്ഞേക്കാണ്. ഇനി നമുക്ക് 15 മിനിറ്റിന് ശേഷം കാണാം. മീൻവൈൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇത്തരത്തിലുള്ള വെറൈറ്റി വീഡിയോസിന്. പിന്നെ ഞാൻ ഇതിൽ കാണിച്ച ആ എഗ്ഗ് ബോയിലറില്ലേ, ആ എഗ്ഗ് ബോയിലർ, പിന്നെ വെയിങ് മെഷീൻ, ഇതൊക്കെ ഞാൻ അവിടെ മറ്റേ പ്രൊഡക്റ്റ് സംഭവം ഉണ്ടല്ലോ, അതിനകത്തേക്ക് കൊടുത്തേക്കാം. വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഏകദേശം 15 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇനി ചോറ് വെന്തോ എന്ന് നോക്കാവുന്നതാണ്. ചോറ് വെന്തോ? ഹലോ എപ്പോഴാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്? 10:20 അല്ല 11:19 എൻ്റെ അടുത്ത് പറഞ്ഞത് 15 മിനിറ്റ് വെയിറ്റ് ചെയ്യണമെന്ന്. ഇപ്പോൾ 11:21 ആയിട്ടുള്ളൂ. പിന്നെ എങ്ങനെ 15 മിനിറ്റ് ആയേ? ക്ഷമിക്കണം, ഞാൻ പറഞ്ഞതിൽ സമയത്തിന്റെ തെറ്റുണ്ട്. പകൽ 11 മണി കഴിഞ്ഞ് 19 മിനിറ്റിന് പറഞ്ഞത് 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാനാണ്. ഇപ്പോൾ പകൽ 11 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് പകൽ 11 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആകുമ്പോൾ ചോറ് വെന്തോ എന്ന് നോക്കിയാൽ മതി. പുറത്ത് കൂരാക്കൂരി ഇരുട്ടാണ്. കറക്റ്റ് സമയം രാത്രി 11:22 ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് പകലുന്ന്. ഗൈസ്, ഞാനിപ്പോൾ ബിരിയാണിയുടെ കാര്യം പറഞ്ഞേ ഉള്ളൂ. ഇതാ 1 മിനിറ്റ് മുന്നേ ഒരു നോട്ടിഫിക്കേഷൻ വന്നേക്കണം. നോക്കി, നമ്മുടെ അരിയുടെ കണ്ടീഷൻ എന്തായാലും നോക്കാം. സാധാരണയായി 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് വേണ്ടത്.
നിങ്ങൾ ഇപ്പോൾ 2 ഗ്ലാസ് വെള്ളം ചേർത്തത് കൊണ്ട് ചോറ് വെന്ത് കുഴഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ചോറ് വെന്ത് കഴിഞ്ഞാൽ പുഴുങ്ങിയ മുട്ടയും മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കിളക്കുക. എഗ് ബിരിയാണി തയ്യാറായി. കുറച്ചു നേരം മിണ്ടാതിരിക്കും. എന്നെ കൊണ്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിപ്പിച്ച് തിളപ്പിച്ച് എന്നിട്ട് ഇപ്പോൾ പറയാം 1.5 ഗ്ലാസ് മതിയാവും, ഇല്ലെങ്കിൽ ചോറ് കുഴഞ്ഞു പോകും. എന്തായാലും ഒരു ബിരിയാണി എങ്ങനെയാണെന്ന് നോക്കാമല്ലോ. നമ്മൾ പിന്നെ പഠിപ്പിച്ചു കൊടുക്കാണ്ട് എന്താ പറയുന്നതെന്ന് അറിയാൻ വേണ്ടിയാണല്ലോ. പുകയൊക്കെ പോകുന്നുണ്ട്, മണമൊക്കെ വരുന്നുണ്ട്, പക്ഷെ ആയിട്ടില്ല. കുറച്ചുകൂടെ വെള്ളം വറ്റാനുണ്ട്. എന്നാലും സംഭവം ഓൾമോസ്റ്റ് റെഡി ആയി വരുന്നുണ്ട്. എൻ്റെ ജെമിനെ 15 മിനിറ്റ് എന്തായാലും എടുക്കില്ലേ? ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും വിശേഷം പറഞ്ഞിരിക്കാം. തീർച്ചയായും നിങ്ങൾക്ക് താല്പര്യമുള്ള എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ പറഞ്ഞോളൂ, നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. നിന്നെ ആരാ ബിരിയാണി ഉണ്ടാക്കി തരാൻ പഠിപ്പിച്ചേ? ഞാനാണ് നിങ്ങളെ ബിരിയാണി ഉണ്ടാക്കാൻ പഠിപ്പിച്ചത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അതല്ല, ജെമിനിനെ ആരാ പഠിപ്പിച്ചത്? ഞാനൊരു വലിയ ഭാഷാ മാതൃകയാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് വിവരങ്ങൾ ഉപയോഗിച്ച് പരിശീലിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണ് ബിരിയാണി ഉണ്ടാക്കുന്ന വിധിയെ കുറിച്ചും പഠിച്ചത്. ജെമിനി, ഏകദേശം ബിരിയാണി റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. സാധനം വെന്തിട്ടുണ്ട്. അരി വെന്ത് കഴിഞ്ഞാൽ പുഴുങ്ങിയ മുട്ടയും മല്ലിയിലയും പുതിനയിലയും ചേർത്ത് ഇളക്കുക. എഗ് ബിരിയാണി തയ്യാറായി. ചൂടോടെ വിളമ്പാം. നിങ്ങൾ ഉണ്ടാക്കിയ ബിരിയാണി എങ്ങനെയുണ്ടെന്ന് പറഞ്ഞോളൂ. അതെ ജെമിനി, ഒരു പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ ഇലയൊന്നും എൻ്റെ അടുത്തില്ലല്ലോ. നിങ്ങൾ ഉണ്ടാക്കുന്നത് സാധാരണയായി വീടുകളിൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള എഗ് ബിരിയാണിയാണ്. ഇതിൽ മല്ലിയിലയും പുതിനയിലയും നിർബന്ധമില്ല. അതില്ലാതെയും നല്ല രുചിയുണ്ടാകും. അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ജസ്റ്റ് മുട്ട എടുത്ത് അതിനകത്ത് ഇട്ടാ മതിയോ? അതെ, പുഴുങ്ങിയ മുട്ട ചേർത്ത ശേഷം നന്നായി ഇളക്കുക. എഗ് ബിരിയാണി തയ്യാറായി. ചൂടോടെ വിളമ്പാം. നിങ്ങൾ ഉണ്ടാക്കിയ ബിരിയാണി എങ്ങനെയുണ്ടെന്ന് പറഞ്ഞോളൂ. നിക്ക്, അതിന് ഇത് പാത്രത്തിൽ നിന്ന് എടുത്ത് തിന്നാൻ പറ്റില്ലല്ലോ, ഭയങ്കര ചൂടല്ലേ. ഞാനിപ്പോ 2 എഗ് ഇടട്ടെ. ഓക്കെ, 2 എഗ് ഞാൻ ഇട്ടുണ്ട്. ഇനി അടച്ചു വെക്കണോ? ഇല്ല, മുട്ട ചേർത്ത ശേഷം അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് ചൂടോടെ കഴിക്കാവുന്നതാണ്. നിങ്ങൾ ഉണ്ടാക്കിയ ബിരിയാണി എങ്ങനെയുണ്ടെന്ന് പറഞ്ഞോളൂ. ഗൈസ്, ഇതാണ് നമ്മുടെ ഗൂഗിൾ ജെമിനി ചേച്ചി പറഞ്ഞ് ഉണ്ടാക്കി തന്ന ബിരിയാണി. ഏറെക്കുറെ ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് അടുപ്പത്തുനിന്ന് എടുത്തിട്ട് കുറച്ച് ചൂട് കുറഞ്ഞിട്ട് ടേസ്റ്റ് നോക്കണം. എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഗൈസ്, അപ്പോൾ നമുക്ക് ഈ ഒരു പാത്രത്തിൽ നിന്ന് കുറച്ച് ബിരിയാണി എടുക്കാം. ഒരു പ്ലേറ്റ് എടുക്കണം. നമ്മുടെ ഗൂഗിൾ ജെമിനി ചേച്ചി ഉണ്ടാക്കിയ ബിരിയാണി. എഗ് ബിരിയാണി ആയതുകൊണ്ട് മുകളിൽ ഒരു എഗ്ഗും കൂടെ വെച്ച രസം ഉണ്ടാവും. സംഭവം നല്ല മണം വരുന്നുണ്ട്. ഇനി ഇത് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്ന് ഞാൻ പറയാം. ജെമിനി ചേച്ചി, നമ്മുടെ ബിരിയാണി എടുത്ത് പ്ലേറ്റിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ കഴിച്ചു നോക്കാൻ പോവുകയാണ്. നമ്മൾ ബിരിയാണി കഴിക്കാൻ പോവുകയാണ് ഗൈസ്. ബിരിയാണി എങ്ങനെയുണ്ടെന്ന് പറഞ്ഞോളൂ. നോട്ട് ബാഡ്. കൊള്ളാം. ബിരിയാണി ഇഷ്ടായെന്ന് കേൾക്കുന്നതിൽ സന്തോഷമുണ്ട്. ഇനി എപ്പോഴെങ്കിലും ബിരിയാണി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ഗൈസ്, അപ്പോൾ സംഭവം സെറ്റാട്ടോ. ബിരിയാണി നമ്മൾ പ്രതീക്ഷിച്ചു. ഇപ്പോൾ ബിരിയാണി അല്ല, എന്ത് സാധനം നിങ്ങൾക്ക് ഉണ്ടാക്കാനേ അറിയാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇതേമാതിരി ചുമ്മാ നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ ജെമിനിനെ വെച്ചിട്ട് ഈ പറയുന്ന പോലെ ലൈവായിട്ട് കുക്ക് ചെയ്തുകൊണ്ട് സംസാരിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ട് ഇതേ എന്താല്ലേ